ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്തെ സ്ഥിരമായിട്ട് 2 രൂപയ്ക്ക് വാങ്ങിക്കഴിച്ചിരുന്നൊരു മിഠായിയാണ് കേട്ടത്. പാൽക്കോവ പാൽക്കട്ട എന്നൊക്കെ പറയും. എന്നെപ്പോലെ തന്നെ ഒരുപാട് പേർക്ക് നൊസ്റ്റാൾജിക് ആയിട്ടുള്ളൊരു മിഠായി തന്നെയാണ് ഉള്ളത്. ഈ അടുത്തായിട്ടാണ് കേട്ടോ ഞാനിത് ഉണ്ടാക്കാൻ പഠിച്ചത്. അപ്പോൾ ഞാനിത് എങ്ങനെ ഉണ്ടാക്കണമെന്ന് പറഞ്ഞു തരട്ടെ. ആദ്യം തന്നെ ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാനിലേക്ക് 1/2 കപ്പ് സൺഫ്ലവർ ഓയിൽ ഒഴിക്കുക. അതിലേക്ക് 1 കപ്പ് മൈദപ്പൊടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ആയി വരുമ്പോൾ ഒരു 2-3 പ്രാവശ്യമായിട്ട് ഓരോ ടീസ്പൂൺ നെയ്യ് വീതം ചേർത്ത് കൊടുക്കുക. ഞാനൊരു 3 ടീസ്പൂൺ നെയ്യാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കി കൊടുക്കും. ഇനി ഒരു മിക്സിയുടെ ജാറിലേക്ക് 1/2 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുക. ഒരു 2-3 ഏലക്കായ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കുക. അപ്പോഴേക്കും നമ്മുടെ മൈദയുടെ മിക്സൊക്കെ ചൂടാറിയിട്ട് നല്ലൊരു ക്രീമി ടെക്സ്ചറിലായി കിട്ടിയിട്ടുണ്ടാവും കേട്ടോ. ഇനി ഒരു 3 ടീസ്പൂൺ പാൽപ്പൊടി ചേർക്കുക. ഉണ്ടെങ്കിൽ മാത്രം മതി, നിർബന്ധമൊന്നുമില്ല. എന്നിട്ട് പിന്നെ പൊടിച്ച പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കുക. ചൂടാറിയിട്ടുണ്ടാവും, അതുകൊണ്ട് കൈകൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് കുഴച്ച് നല്ലതുപോലെ സോഫ്റ്റ് ആക്കിയിട്ട് കുഴച്ചെടുക്കണം കേട്ടോ. പിന്നെ ഈ ഒരു പാൽക്കോവ അമൃതം പൊടിയിലും അതേപോലെ ഗോതമ്പ് പൊടിയിലൊക്കെ ഉണ്ടാക്കിയെടുക്കുക. പക്ഷേ ആ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന അതേ ടേസ്റ്റ് കിട്ടണമെങ്കിൽ